മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് ആണ് ഇതുവരെയും പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ 3-4 ക്ലാസ്സുകളായിട്ട് വേർഡ് ഓഫ് വിസ്ഡം, വേർഡ് ഓഫ് നോളജ്, ഫെയ്ത്ത്, ഹീലിംഗ്, മിറക്കിൾസ്, പ്രൊഫസി, ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്സ് ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇതെല്ലാം 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് പഠിച്ചത്. ഇനിയും നമ്മൾ ഇന്ന് അന്യഭാഷയെക്കുറിച്ച്, ടങ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത് തീരുമെന്നറിയത്തില്ല, എന്നാൽ ഇന്നും നാളെയായിട്ട് 2 ദിവസം കൊണ്ടെങ്കിലും അത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. അന്യഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. ഈ അന്യഭാഷ, ഭാഷാവരം എന്നൊക്കെ പറയുന്നത് ചില സഭകൾ അത് ഭയങ്കര നീഡായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ബൈബിൾ എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. എന്താണ് ഈ ഭാഷാവരം എന്ന് പറയുന്നത്? ഭാഷാവരം ഇപ്പോൾ ഉണ്ടോ? എന്താണ് ഭാഷാവരം എന്നൊക്കെയുള്ള ചിന്തകളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കറിയാം, ഈ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവ് വന്ന സമയത്ത്, പരിശുദ്ധാത്മാവ് പ്രത്യക്ഷമായ സമയത്ത്, പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നപ്പോഴാണ് അവിടെ പരിശുദ്ധാത്മാവ് വന്നത്. പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം ഉണ്ടായി. അവിടെ അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്നാണ്. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അപ്പോൾ അവർ ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. 4-ാം വാക്യത്തിലാണ്. അന്നേരം അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. ഈ അന്യഭാഷകൾ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്ന വന്നുകൂടിയ ഓരോരുത്തരുടെയും ഭാഷ, അവിടെയുള്ള ഭാഷകളിൽ ഉള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പെന്തക്കോസ്ത് പെരുന്നാളിലേക്ക് പല ഏരിയകളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവർ സംസാരിച്ചു, അവർക്ക് മനസ്സിലായി. അതാണ് അതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. പത്രോസ് അവിടെ നിന്ന് പറഞ്ഞ കാര്യം അവിടെ കൂടിയവർക്ക് മനസ്സിലായി. അതായത് 2 രീതിയിൽ അത് ഗ്രഹിക്കാം. ഒന്നുകിൽ പത്രോസ് അവരുടെ ഭാഷകളിൽ പറഞ്ഞു, ഓക്കെ, അന്നേരം അവർക്ക് ഗ്രഹിക്കാൻ പറ്റി. അല്ലെങ്കിൽ പത്രോസ് ഒരു ഭാഷയിൽ പറഞ്ഞു, മറ്റുള്ളവരെല്ലാം അവരുടെ ഭാഷകൾ കേട്ടു. 2 രീതിയിൽ ശരിയാണല്ലോ ഞാൻ പറയുന്നത്. പത്രോസ് ഒരു ഭാഷയിൽ പറഞ്ഞു, മറ്റുള്ളവരെല്ലാം വിവിധ ഭാഷകൾ മനസ്സിലാക്കി. അല്ലെങ്കിൽ പത്രോസ് വിവിധ ഭാഷകൾ, അവരുടെ ഭാഷകൾ സംസാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, പാത്യര്, മേധ്യര്, ഏലാമ്യര്, മെസൊപ്പൊത്താമിയ, യഹൂദയിലെ, കപ്പദോക്യ, പന്തോസ്, ആസ്യ, ഫ്രുഗില്യ, പാംഫില്യ, മിസ്രൈം, കുറേന്യ എന്ന ലിബിയ പ്രദേശങ്ങളിൽ പാർക്കുന്നവർ, റോമിൽ വന്ന് പാർക്കുന്നവർ, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ക്രേത്യരും അറബിക്കാരുമായി. നമ്മുടെ ഭാഷകൾ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്താ അവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ, അവർക്ക് മനസ്സിലാവുന്ന, എന്ന് വെച്ചാൽ ആ വന്ന 16 ഗ്രൂപ്പ് ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷകളിൽ പത്രോസ് സംസാരിച്ചു. അതെന്താണ് സംസാരിച്ചത്? ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിച്ചു. ഇതാണ് ആദ്യം നമ്മൾ കാണുന്ന അന്യഭാഷ എന്ന് പറയുന്ന ഭാഷാവരം എന്നൊക്കെ പറയാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, ഭാഷാവരം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കാണുന്ന ഭാഗം അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെ, അപ്പോസ്തല പ്രവൃത്തി 10-ന്റെ 44 കാണുന്ന കാര്യമാണ്. അവിടെ അറിയാം, കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിച്ചു. അവരുടെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അവിടെ വിവിധ ഭാഷകളിൽ ദൈവത്തെ മഹത്വീകരിക്കുന്നത് കാണുന്നു. ജാതികളുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു, അവരും അന്യഭാഷയിൽ ഇവിടെയും സംസാരിക്കുന്ന മറ്റുള്ള ഒരു ലാംഗ്വേജിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന മറ്റുള്ളവർ മനസ്സിലായി, അവരുടെ ഭാഷയിൽ മനസ്സിലായി. അന്യഭാഷകൾ സംസാരിച്ചു. അടുത്ത ഒരു ഇൻസിഡൻറ്റ് കാണുന്നത് പൗലോസ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമാണ്.
അവിടെ 19:1 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അപ്പല്ലോസ് കോരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങൾ കൂടി സഞ്ചരിച്ച് അപ്പല്ലോസിലെത്തി ചില ശിഷ്യരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏതായാലും നിങ്ങളുടെ സ്നാനം എന്ന് അവരോട് ചോദിച്ചു. യോഹന്നാൻ്റെ സ്നാനം എന്ന് പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോടെ പറഞ്ഞു. ഇത് കേട്ടാറെ അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവരുടെ മേൽ വന്നവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാരെല്ലാം കൂടി 12ഓളം ആയിരുന്നു. അവിടെ പരിശുദ്ധാത്മാവ് വന്നു അന്യഭാഷകൾ സംസാരിച്ചു. ഇതാണ് നമുക്കുള്ള അപ്പോസ്തല പ്രവൃത്തിയിലുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ആയിട്ട്, ഇൻസിഡൻസ് ആയിട്ട് നമുക്ക് അന്യഭാഷകൾ സംസാരിക്കുന്നത് കാണുന്നു. ഇനി നമ്മൾ കോരിന്ത്യർ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 1 കൊരിന്ത്യർ 12:10 ആണ് നമ്മളിത് കാണുന്നത്. വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. വേറൊരുവന് വിവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അതുപോലെ തന്നെ 12 തന്നെ 28 വാക്യത്തിലും വിവിധ ഭാഷാവരം എന്ന് പറയുന്ന ഒരു വരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ സംസാരിച്ച ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലായി. അത് ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കാനായിട്ടായിരുന്നു. ഓക്കെ, അത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വൻകാര്യങ്ങളെ പ്രസ്താവിക്കാനുമായിട്ടായിരുന്നു അന്യഭാഷ വന്നത്. അത് പുതിയ നിയമകാലത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്ന കാര്യമാണ്. എന്നാൽ അത് ഇപ്പോൾ സഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്ത കാലത്തെങ്ങും നമ്മൾ സഭകളിലെങ്ങും തന്നെ ഈ അന്യഭാഷയിൽ സംസാരിച്ചിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എങ്ങും കണ്ടിട്ടില്ല. എങ്ങും തന്നെ കണ്ടിട്ടില്ല ഒരാൾ അന്യഭാഷയിൽ സംസാരിച്ച് വേറൊരാൾ മനസ്സിലാക്കുന്നതായിട്ട് സംസാരിച്ചിട്ട്. ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ അന്യഭാഷയോട് ചേർന്ന് തന്നെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യണം, ആ ടങ്സിനെ പരിഭാഷപ്പെടുത്തി കൊടുക്കണം. അതുകൊണ്ടുണ്ടെങ്കിൽ മാത്രമേ അത് പ്രയോജനമാകൂ എന്ന് ഇതിൽ തന്നെ 1 കൊരിന്ത്യർ 12 അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന ഭാഷാവരം ഇപ്പോൾ സഭകളിലുള്ളതായിട്ട് തോന്നുന്നില്ല. കാര്യം അന്ന് അവിടെ കൂടിയിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ അറിയിക്കാനായിട്ട് പത്രോസ് പ്രസംഗിച്ച പ്രസംഗം എല്ലാവരും അവരുടെ ഭാഷകൾ അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അത് ഇപ്പോഴേ അതിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാരണം അന്ന് ദൈവത്തിൻ്റെ വചനമില്ലായിരുന്നു. ആ രീതിയിലത് ഇന്ന് അത് ശരിക്കും ആവശ്യമില്ല. ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പ്രസ്താവിപ്പാനായിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഒരാൾ അയാളുടെ ഭാഷയിൽ സംസാരിക്കുകയും മറ്റുള്ളവർ അവരുടെ ഭാഷകൾ അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഷകൾ സംസാരിക്കുന്നു. ഒരു ഇൻ്റലിജൻ്റ് ലാംഗ്വേജ് ആയിരുന്നു, അത് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. ഗ്രീക്കിലെ സെനോഗ്ലോസിയ എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. സെനോഗ്ലോസിയ എന്ന് പറഞ്ഞാൽ അതർ ലാംഗ്വേജസ് ആൻഡ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ്. മറ്റുള്ള ലാംഗ്വേജും അത് വിവർത്തനം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് സെനോഗ്ലോസിയ എന്ന് പറയുന്നത്. അത് ആദിമസഭകളിൽ ആദിമ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ അത് യൂസ് ചെയ്തിരുന്നു. അന്ന് ദൈവത്തിൻ്റെ വചനവും മർമ്മവും ഒക്കെ പ്രസ്താവിക്കാൻ വേണ്ടിയായിരുന്നു. അത് ഇല്ലായിരുന്നു എന്ന് ഇപ്പോഴത് ഇല്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സഭയിലും അത് അങ്ങനെ പറയുകയും അതിങ്ങനെ പരിഭാഷപ്പെടുത്തുകയും ഒന്നും ചെയ്യുന്ന കാണുന്നില്ല. ഇനി രണ്ടാമത് ഇതിനകത്ത് പറയാനുള്ള 1 കൊരിന്ത്യർ 14 വരുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയുന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. അന്യഭാഷ സഭയുടെ ബന്ധത്തിൽ പറയുന്നുണ്ട്. ദൈവസഭയോടുള്ള ബന്ധത്തിലുള്ള അന്യഭാഷയെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 14 പറയുന്നത്. അതുപോലെ അതിൽ ഈ ഗ്ലോസലേലിയ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദത്തിൽ ഉപയോഗിക്കുന്നത് സ്പീക്കിംഗ് സം വേർഡ്സ് നോട്ട് ടു എനിബഡി.
ഗ്ലോസലേലിയ എന്ന് പറയുന്ന വാക്ക്, അങ്ങനെയാണ് വൈദിക പണ്ഡിതന്മാർ പറയുന്നത്, സ്പീക്കിംഗ് സം വേർഡ്സ് നോട്ട് ടു എനിബഡി. അതിൽ ആർക്കും അറിയാൻ വയ്യാത്ത ചില വാക്കുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇതിനകത്ത് ചില കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് കയറാം. അപ്പോൾ 1:14 അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലോ, എങ്കിലും അവൻ ആത്മാവിൻ്റെ മർമ്മങ്ങളെ സംസാരിക്കുന്നു. വീണ്ടും അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു, പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധന വരുത്തുന്നു. ഇതിനകത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ 2 ടൈപ്പിൽ സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്യഭാഷയുണ്ട്. 2 ടൈപ്പിൽ. ഒന്ന്, അന്യഭാഷ പറയുന്നു, വേറൊരാൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഭാഷ വ്യാഖ്യാനിക്കാനുള്ള വരം അത് ആവശ്യമാണ്. ഭാഷ വ്യാഖ്യാനിക്കാനുള്ള വരം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സഭയിൽ അന്യഭാഷ പറയുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. സഭയിൽ അന്യഭാഷ പറയുക എന്ന് പറയുമ്പോൾ സഭയിൽ ആ സമയത്ത് 2-3 പേര് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ വേറൊരാൾ വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ ആ പുറത്തുനിന്ന് ഈ ആത്മീയപരം ഇല്ലാത്തവൻ വരുമ്പോൾ അവനത് അരോചകത്വമായി തോന്നത്തില്ല, അവന് മനസ്സിലാവും. അതുകൊണ്ട് സഭയിൽ അന്യഭാഷകൾ സംസാരിക്കുമ്പോൾ ഒരാൾ വിവർത്തനം ചെയ്യാൻ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ പറയുന്ന ഇപ്പം 10-ാം വാക്യത്തിൽ പറയുന്ന ലോകത്തിൽ വിവിധ ഭാഷകൾ അനവധിയുണ്ട്, അവയിലൊന്നും തെളിവില്ലാത്തതല്ല. ഞാൻ ഭാഷ അറിയാഞ്ഞാൽ സംസാരിക്കുന്നവന് ഞാൻ ബർബരനായിരിക്കും, സംസാരിക്കുന്നവൻ എനിക്കും ബർബരനായിരിക്കും. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അന്യഭാഷയിൽ സഭയിൽ സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം വ്യാഖ്യാനവും ആവശ്യമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അന്യഭാഷ സഭയിൽ, അത് 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറവാൻ ഇച്ഛിക്കുന്നു. അതുകൊണ്ട് നമ്മളിതിൽ ക്ലിയറായിട്ട് മനസ്സിലാവും, സഭയിൽ പറയുന്ന അന്യഭാഷ അത് വ്യാഖ്യാനപരമുള്ളവർ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ അത് ആ അന്യഭാഷ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആദ്യം പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തിയിലുള്ള ഭാഷാവരത്തെക്കുറിച്ചാണ്. ഒരുവൻ സംസാരിക്കുന്നു, മറ്റുള്ളവർ തിരിച്ചറിയുന്നു, അവരുടെ ഭാഷകൾ തിരിച്ചറിയുന്നു. അല്ലെങ്കിൽ ഒരുവൻ മറ്റുള്ളവരുടെ ഭാഷകൾ സംസാരിക്കുന്നു, അതാണ് ഭാഷാവരം. അത് പരിശുദ്ധാത്മാവിൻ്റെ വരമാണ്. അതിപ്പോഴേ എങ്ങും യൂസ് ചെയ്യുന്നതായിട്ട് നമുക്കറിയത്തില്ല. രണ്ടാമത് പറഞ്ഞത് അന്യഭാഷ സംസാരിക്കുമ്പോൾ അതിനോട് ചേർന്ന് വ്യാഖ്യാനം കൂടി ഉണ്ടെങ്കിൽ മാത്രം അന്യഭാഷ സഭയിൽ സംസാരിക്കുക. നിങ്ങൾ ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അതിനകത്ത് ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ നിങ്ങൾ അതിൻ്റെ മീനിങ് ക്ലിയറായിട്ട് അതെടുത്തിട്ട് മനസ്സിലാക്കണം. വ്യാഖ്യാനവരം ഇല്ലെങ്കിൽ വ്യാഖ്യാനവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്യഭാഷയിൽ വെറുതെ സംസാരിച്ചുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് സഭയ്ക്ക് ഒരു ആത്മീയവർദ്ധന വരുത്തുന്നില്ല. വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവരെ തെറ്റായിട്ട് ചിത്രീകരിക്കുക തന്നെ ചെയ്യും. ഇവരെന്താ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് തെറ്റായിട്ടത് വ്യാഖ്യാനിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ടും 5 വാക്ക് പറവാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. പോൾ അങ്ങനെയാണ് കൊരിന്ത്യ സഭയോട് പറയുന്നത്. അതിൽ ഞാൻ 2 ടൈപ്പിലുള്ള അന്യഭാഷയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, ആദ്യം പറഞ്ഞത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, സംസാരിക്കുന്നു, വേറൊരാളുടെ ഭാഷയിൽ സംസാരിക്കുന്നു, അവരുടെ തിരിച്ചറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഭാഷ മറ്റുള്ളവർക്ക് അവരുടെ ഭാഷയിൽ അത് തിരിച്ചറിയപ്പെടുന്നു. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഈ സഭയിലെ ഒരു അറബി ആയിട്ടുള്ള ഒരാൾ വന്നിരിക്കുകയാണെങ്കിൽ അയാൾക്ക് അറബിൽ അത് മനസ്സിലാവുന്നു. അതാണ് ആദ്യം പറഞ്ഞ ഭാഷ. അതാണ് പഴയ അപ്പോസ്തല പ്രവൃത്തിയിൽ ഉണ്ടായിരുന്ന ഭാഷ. എന്നാൽ രണ്ടാമത് പറഞ്ഞത് അങ്ങനെയല്ല. രണ്ടാമത് പറഞ്ഞത് ഞാൻ പറയുന്ന ഭാഷ ആർക്കും മനസ്സിലാവുന്നില്ല, വന്നവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ദൈവത്തിൻ്റെ
ആരെങ്കിലും ദൈവത്തിൻ്റെ ഗിഫ്റ്റുള്ള ഒരാൾ, വരമുള്ള ഒരാൾ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴേ, അത് പരിഭാഷപ്പെടുത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളതുകൊണ്ട് ആ അന്യഭാഷകൾ ഉള്ളതോട് ചേർന്ന് ഗിഫ്റ്റ് ഓഫ് ഇൻ്റർപ്രട്ടേഷൻ, ഭാഷ ഇൻ്റർപ്രട്ടേഷൻ ഓഫ് ടങ്സ്, ആ ഭാഷയെ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവും കൂടി ഉള്ള സഭയാണ്. അങ്ങനെയുള്ളൊരു സഭ വേണമെന്നാണ് പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുന്നത്. ഇത് തീർന്നിട്ടില്ല, തുടർന്ന് നമ്മൾ വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് നമ്മൾ ഇത് നിർത്തുകയാണ്. തുടർന്നും വീണ്ടും ഉണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അന്യഭാഷയെക്കുറിച്ച് ഒരു സെഷനും കൂടി എടുത്തിട്ടേ തീരുള്ളൂ. തീർച്ചയായും ദൈവം നമ്മളെ, ഇന്നത്തെ കേൾവിക്കാരെ, ഇത് കണ്ടുകൊണ്ടിരുന്ന വാച്ച് ചെയ്തവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചില പ്രയാസങ്ങൾക്ക് കടന്നു പോകുന്നെങ്കിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമുക്ക് ആശ്വാസവും വിടുതലും തരും. ദൈവമായ കർത്താവേ, ഈ സമയത്ത് വീണ്ടും നിൻ്റെ കരങ്ങളിലേക്ക് ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ദൈവത്തിൻ്റെ വലിയ മർമ്മങ്ങളെ സംസാരിക്കുകയും കർത്താവെ ദൈവത്തിൽ നിന്നുള്ള ആലോചന പറയുകയും ചെയ്യുമ്പോഴേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെയും നീ ഏകാഗ്രമാക്കി തരികയും മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവ് തരികയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ ദിവസങ്ങളിലെ ആത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഈ വരങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നു ചേരുവാനായിട്ട് കർത്താവെ നീ സഹായിക്കുകയും ഇടവരുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കൺഫ്യൂഷനും ഇല്ലാതിരിപ്പാൻ കർത്താവെ സഹായിക്കണമേ. ക്ലാരിറ്റി, ക്ലിയറായിട്ട് നിൻ്റെ വചനത്തിൽ നീ എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ പ്രയാസങ്ങളിലിരിക്കുന്നവരെ, രോഗങ്ങളിലിരിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖങ്ങളിലിരിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം കാണിച്ചു തരുന്നു. സഹായിപ്പാനായിട്ട് ആരുമില്ല, ഇനി മുമ്പോട്ടുള്ള എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നിരാശയിലിരിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം കാണിച്ചു തരുന്നു. നിങ്ങൾ ഈ സമയത്ത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ? സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുകയും മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കുകയും ചെയ്യാൻ പോവുകയാണ്. അറിയാത്ത വഴികളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് സഹായം നയിക്കാൻ പോവുകയാണ്. ഏത് രീതിയിലാണെന്ന് അറിയത്തില്ല, അറിയാത്ത ആളുകൾ നിങ്ങളെ ഒരിക്കൽ വന്ന് നിങ്ങളെ സഹായിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുമോ? തീർച്ചയായും ദൈവം നമുക്ക് സമീപസ്ഥനാണ്. മനസ്സ് കയറുന്നവരെ രക്ഷിക്കുന്നു. നീതിമാന്മാരുടെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. യഹോവ എല്ലാറ്റിൽ നിന്നും അവരെ വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിലുള്ള പ്രോമിസിനായിട്ട് സ്തോത്രം. ദൈവമേ, ഞങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ നിൻ്റെ സഹായം നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, നീ അനുഗ്രഹിക്കുന്ന ദൈവമായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കിരീടത്തിലെ വെള്ളം വറ്റുമ്പോൾ സാരാഫത്തിലെ വിധവയെ ഒതുക്കുന്ന ദൈവം, ഒന്ന് തീരുമ്പോഴേ വേറൊന്ന് ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന ദൈവം. പ്രത്യേകിച്ച് എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും വലിയ മഹത്വത്തിലേക്ക് നടത്തുകയും ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഓരോ ദിവസവും 9 തൊട്ട് 10 മണി വരെ സമയം ഇത് അവൈലബിളാണ്. തീർച്ചയായും ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.